ഡേവിൾസ് ലവ്, രചന നന്ദന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആളുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് തത്തൻ അലറിയതും ആൾ വേദന സഹിക്കാനാവാതെ അവന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. താൻ ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്നോടുള്ള വാശിക്കാണ് അവൾ ആഹാരം കഴിക്കാതെന്ന ചിന്ത അവനെ വല്ലാതെ പ്രകോപിതനാക്കിയിരുന്നു. അതിന്റെ ദേഷ്യമായിരുന്നു അവനിപ്പോൾ അവളോട് തീർക്കുന്നത്. എന്നെ വിട്ട് എനിക്ക് വേദനിക്കണോ? അവൾ ഇടർച്ചയോടെ പറഞ്ഞു. അവന്റെ ചുണ്ടിൽ പുച്ചച്ചിരി വിരിഞ്ഞു. വേദനിക്കണം, നിനക്ക് വേദനിക്കാൻ വേണ്ടി തന്നെയാ പിടിച്ചത്. ഓരോ നിമിഷവും നീ വേദന കൊണ്ട് അലറി അലറി കരയണം. വർദ്ധിച്ച പകയോടവൻ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്ത്? നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചു തരാമെന്ന് ഞാൻ സമ്മതിച്ചല്ലേ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അപമാനിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? അവൾ അവനെ നോക്കി നിറകണ്ണുകളോട് ചോദിച്ചു. അവൻ ദേഷ്യത്തോടെ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. നീ നിന്റെ കുടുംബം എന്ത് തെറ്റാണ് ചെയ്തെന്ന് അറിയണോടി? നിന്റെ കുടുംബത്തിലുള്ളവർ ഞങ്ങളോട് ചെയ്ത എന്താണെന്ന് അറിയോ നിനക്ക്? അവൻ അലറിക്കൊണ്ട് ചോദിച്ചു. അവൾ ഭയത്തോടെ ചുമരിലേക്ക് ചേർന്ന് നിന്നു. എന്തുകൊണ്ടോ അവന്റെ ആ ഭാവം അവൾ വല്ലാതെ ഭീതിയിലാഴ്ത്തിയിരുന്നു. നിന്റെ ചിറ്റ എന്ന് പറയുന്ന സ്ത്രീയിലെ അവര് കരയണം. നിന്റെ കണ്ണുനീര് കണ്ട് അവര് നെഞ്ചുപൊട്ടി ചാവണം. അതിനുവേണ്ടിയാ ഈ ദേവതത്തിന്റെ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിനവും. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളൊന്നും മനസ്സിലാവാതെ അവരെ നോക്കി നിന്നതേയുള്ളൂ. പിന്നെ നീ പറഞ്ഞ പോലെ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചു തരാമെന്ന് നീ സമ്മതിച്ചു. അത് വെറുതെ ഒന്നുമല്ലല്ലോ. എന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ എണ്ണി വാങ്ങിച്ചിട്ടല്ലേ എന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നതിന് വേണ്ടി നിനക്കുള്ള കൂലിയല്ലേടി ആ 10 ലക്ഷം. അവൻ അവൾ നോക്കി പരിഹാസരത്തിൽ പറഞ്ഞു. അവൾ നിറകണ്ണുകളോട് അവനെ നോക്കി നിന്നു. നിന്റെ ഈ പൂങ്കണീരൊന്നും എന്റെ മുമ്പിൽ ഇറക്കണമെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് തനുശ്രീ. അതിലൊന്നും വീഴുന്നവനല്ല ഈ ദേവദത്തൻ. പിന്നെ നിന്റെ വാശിയും ദേഷ്യമൊക്കെ നിന്റെ കൈ തന്നെ വെച്ചിരുന്നാ മതി. എന്നോട് കാണിക്കാൻ നിൽക്കണ്ട കേട്ടോടി. അതുകൊണ്ട് മര്യാദക്ക് പോയി ആ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നോക്ക്. എന്തായാലും എന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടതല്ലേ നീ? അതിന് കുറച്ച് ആരോഗ്യമൊക്കെ വേണം. ആഹാരമൊന്നും കഴിക്കാതെ പട്ടിണി കിടന്നാ ക്ഷീണിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ വെളിച്ചെടുക്കാൻ പോയി എടുത്ത് കഴിക്കടി. അവളെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം അവൻ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോട് അവൾ ആ നിലത്തേക്ക് ഇരുന്നു പോയി. കണ്ണാ. കാറിന്റെ കീമെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ തത്തിനെ രാജേശ്വരി പിന്നിൽ നിന്ന് വിളിച്ചു. എന്താ പച്ചി? അവൻ അവരുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു. മോനെ കണ്ണ, നീ എങ്ങോട്ടെങ്കിലും പോകാൻ തുടങ്ങിയതാണോ? ആ പച്ചി, വിഷ്ണുവിനൊന്ന് കാണണം, പിന്നെ 1-2 അടുത്ത് പോകാനുണ്ട്. എന്താ പച്ചി? അവർ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞു. അത് മോനെ, നാളെ നീ ഫ്രീ ആണോ? അവർ ചോദിച്ചു കേട്ട് അവൻ നെറ്റി വിളിച്ചു. എന്താ പച്ചി, അപ്പച്ചിക്ക് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് കണ്ണ, നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നീ മോളെയും കൂട്ടി ഒന്ന് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് വരണം. അവളുടെ ചീറ്റയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കൊന്നും പറഞ്ഞു തീർക്കണ്ടേ? അവർ ചോദിച്ചു. അതുവരെ ശാന്തമായി അവന്റെ മുഖം മാറി. അവിടെ ഗൗരവം നിറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പച്ചി. അതുമാത്രമല്ല, അങ്ങനെ തീരുന്ന പ്രശ്നമൊന്നുമല്ലല്ലോ അവർ നമ്മൾ തമ്മിലുള്ളത്. അവൻ മുറുകിയ മുഖത്തോടെ പറഞ്ഞു. അവർ നിരാശയോടെ അവനെ നോക്കി. അങ്ങനെയല്ല മോനെ, താനും മോൾക്കും ആഗ്രഹം കാണില്ലേ അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാൻ? നീ അല്ലാതെ വേറെ ആരവളെ കൊണ്ടുപോകുന്നു? നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന കുട്ടിയല്ലേ, അപ്പൊ നീയല്ല അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കേണ്ടത്. അവരവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനവരുടെ മുഖത്തേക്ക് നോക്കാതെ മൗനമായി നിന്നു. കണ്ണാ. അവരവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും അവൻ മുഖം തിരിച്ച് അവരെ നോക്കി. അപ്പച്ചിക്ക് എങ്ങനെയാ സ്ത്രീയോട് ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നത്? അവര് കാരണല്ലേ അപ്പച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയത്? എത്ര പേരുടെ ജീവിതം അവര് കാരണം തകർന്നു പോയത്? എന്റെ കുഞ്ഞമാവൻ. ബാക്കി പറയാനാവാതെ അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ വാക്കിൽ കേട്ട് അവരുടെ മുഖം വിളറി വെളുത്തു. എന്തിനോ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. വിടർന്ന കണ്ണുകളോടെ തന്നെ നോക്കി ചിരിക്കുന്ന ഒരുവന്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നു. അവർ കണ്ണുകൾ മുറുക്കി അടച്ച് തുളുമ്പിൽക്കുന്ന കണ്ണുനീരിനെ ഒഴുക്കി വിട്ടു. അല്പസമയം അങ്ങനെ നിന്ന ശേഷം അവർ ഒരു നെടുവീർപ്പോടെ അവന്റെ അരികിലേക്ക് ചെന്നു. മോനെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? അവന്റെ അരികിലേക്ക് ചെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവർ പറഞ്ഞു. ഇല്ല പശി, ഒന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊക്കെ മറക്കാനും ക്ഷമിക്കാനും കഴിഞ്ഞാലും അവർ നമ്മുടെ കുടുംബത്തോട് ചെയ്ത ചതിയൊരിക്കലും ഞാൻ പൊറുക്കില്ല. വർദ്ധിച്ച പകയോടവൻ പറഞ്ഞു. രാജേശ്വരി നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. എന്തുകൊണ്ടോ അവരിലൊരു ഭയം ഉടലെടുത്തു. അപ്പോഴാണ് ദേഷ്യത്തോടെ താനെന്താണ് വിളിച്ചു പറഞ്ഞെന്ന ചിന്ത അവനുണ്ടായത്. അവനൊരു നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് തന്നെ ദേഷ്യം നിയന്ത്രിച്ചു. അപ്പച്ചി, അത് അവനെന്തോ പറയാൻ തുടങ്ങിയതും അവരവന്റെ ഇരുകൈകളും ചേർത്ത് പിടിച്ചു. എന്താ കണ്ണ, എന്തിനാ നിനക്ക് ഇത്രയും ദേഷ്യം? അവർ വെപ്രാളത്തോടെ ചോദിച്ചു. അതപ്പച്ചി, അങ്ങനെയൊന്നുമില്ല. പിന്നെ പഴയതൊക്കെ ഓർക്കുമ്പോ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ സ്ത്രീയോട് ക്ഷമിക്കാനും കഴിയുന്നില്ല. അതാ ഞാൻ. കണ്ണ കണ്ണ. അവൻ പറഞ്ഞിട്ട് അവർ ദയനീയമായ ശബ്ദത്തിലാണ് വിളിച്ചു. ഇല്ല അപ്പച്ചി, ഒന്നുമില്ല, ഞാൻ ഓക്കെ. പിന്നെ അപ്പച്ചി, ഇനി അവരെ കാണാൻ പോയാൽ എന്നോട് പറയരുത്. എനിക്കത് ഇഷ്ടമല്ല. അവരെ കാണുന്ന പോലെ എനിക്ക് അത്രയ്ക്ക് വെറുപ്പാ.
അവൻ പറഞ്ഞു കേട്ട് അവരൊന്നും മിണ്ടാ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് മുഖം കുനിച്ച് നിന്നു. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അപ്പച്ചി. പിന്നെ അപ്പച്ചി, അവൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല, എന്തെങ്കിലും എടുത്തു കൊടുക്കണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോനെ. അവൻ പറഞ്ഞു കേട്ട് അവർ തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ ഒന്നും പറയാതെ അവൻ വേഗം പുറത്തേക്ക് നടന്നു. അവൻ പോകുന്ന നോക്കുന്ന അവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. പഴയ ഓർമ്മകളിൽ അവരുടെ നെഞ്ചകം നീറിപ്പുകഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർദ്ധിച്ച ഹൃദയഭാരത്തോടെ അവർ തന്നെ മുറിയിലേക്ക് നടന്നു. തനു മോളെ. ആരോ തന്റെ കവിളിൽ തട്ടി വിളിക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് തനു പതിയെ തന്റെ കണ്ണുകൾ ചിമ്മി തുറന്ന് മുന്നിൽ പരിഭ്രമത്തോടെ ഇരിക്കുന്ന രാജേശ്വരിയെ കണ്ടതും അവൾ പതിയെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ദത്തൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ നിലത്ത് ചുരുണ്ടുകൂടി കിടന്നാണ്. ക്ഷീണം കാരണം എപ്പോഴും ഒന്ന് മയങ്ങിപ്പോയി. അവൾ പതിയെ നിലത്തുനിന്ന് എഴുന്നേറ്റ് ചുമരിലേക്ക് ചാരിയിരുന്നു. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? നീ എന്തിനെങ്ങനെ നിലത്തിടക്കുന്നത്? നീ കരഞ്ഞോ? അവളുടെ മുഖഭാവം കണ്ടത് അവർ പരിഭ്രമത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല അപ്പച്ചി, ഞാനിങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചിറ്റയും കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണാൻ കൊതി തോന്നുക. അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു. അവരവളെ ചേർത്ത് പിടിച്ചു. പോട്ടെ, സാരമില്ല. നിങ്ങളുടെ പ്രവൃത്തി പെട്ടെന്ന് ക്ഷമിക്കാൻ രേവതിക്ക് സാധിക്കുന്നുണ്ടാവില്ല. എന്തായാലും കുറച്ചാളേക്ക് ഈ പിണക്കൊക്കെ കാണാം. അത് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. മോൾ അതോർത്ത് വിഷമിച്ചിരിക്കാവുന്ന വല്ലതും കഴിക്കുക. കണ്ണം പറഞ്ഞു മോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ലെന്ന്. അവനെയും കാത്തിരുന്നോണ്ടാ ഞാനും പിന്നെ മോളെ നിർബന്ധിക്കാഞ്ഞ്. ആരോടെ മുഖത്തുകൂടി പാറിക്കിടന്ന മുഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. വാ എഴുന്നേൽക്ക്. അവളെയും കൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. തനുവിന് ഡൈനിങ് ടേബിൾ ഇരുത്തിയ ശേഷം രാജേഷി തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ചോറും കറികളും വിളമ്പി കൊടുത്തു. കഴിക്ക്. അവർ പറഞ്ഞു. അവൾ നിർവികാരതയോടെ ആ പ്ലേറ്റിലേക്ക് നോക്കിയിരുന്നു. രാവിലെ ദത്തം പറഞ്ഞ വാക്കുകൾ ഓർക്കും തോറും അവൾക്ക് അതിൽ നിന്നൊരു വറ്റുപോലെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇനിയും താൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അവൻ തന്നോട് ഇതിലും ക്രൂരമായ രീതിയിൽ പ്രതികരിക്കുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അവളൊരു നെടിവീർപ്പോടെ അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞതും അവൾ പതിയെ എഴുന്നേറ്റു. എങ്ങോട്ടാ? അവൾ എഴുന്നേൽക്കുന്ന കണ്ടതും രാജേശ്വരി ചോദിച്ചു. അത് അപ്പച്ചി, എനിക്ക് മതിയായി. അവൾ രാജേശ്വരി നോക്കി പതിയെ പറഞ്ഞു. ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഈ ഇരിക്കുന്ന മുഴുവൻ കഴിച്ചേ പറ്റൂ. അവർ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. എനിക്ക് മതിയായിട്ട് അപ്പച്ചി, വയറ് നിറഞ്ഞു. അവൾ വീണ്ടും പറഞ്ഞു ഒഴിയാൻ നോക്കിയെങ്കിലും അപ്പച്ചി വിട്ടില്ല. അവരവളെ നോക്കിയ ശേഷം അവളുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ഒരു പിടി ചോറൂരുള്ള ഉരുട്ടി അവളുടെ നേരെ നീട്ടി. ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ അവൾ തരിച്ചിരുന്നു പോയി. കാരണം അമ്മയുടെ മരണശേഷം അവൾ ഒരിക്കൽ പോലും ആരും ഇതുപോലെ ഊട്ടിയിരുന്നില്ല. കുഞ്ഞുവിനെ ചിറ്റി അമ്മൂമ്മയൊക്കെ വാരി കൊടുക്കുമായിരുന്നെങ്കിലും താൻ അല്പം മുതിർന്നുകൊണ്ടായിരിക്കും താൻ എപ്പോഴും തനിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടോ അവരുടെ ആ പ്രവൃത്തി അവളിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ നിറച്ചു. കഴിക്കുമോളെ, അവർ വീണ്ടും പറഞ്ഞു. അവൾ പതിയെ വായ തുറന്നെടുത്തു. നിറഞ്ഞ സന്തോഷത്തോടെ അവൾ ഓരോരുളയും സ്വീകരിച്ചു. എന്തുകൊണ്ടോ രാജേശ്വരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പച്ചി എന്തിനാ കരയുന്നേ? അവരുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും തനു ടെൻഷനോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല മോളെ, കണ്ണിനെന്തോ കരട് പോയതാ. അവർ പറഞ്ഞുകൊണ്ട് ഇടം കൈകൊണ്ട് ഇരു കണ്ണുകൾ അമർത്തി തുടച്ചു. ശേഷം അതീവ സന്തോഷത്തോടെ അവളെ ഊട്ടിവിട്ടു. ആ സമയം പുറത്തേക്ക് പോയ ദത്തൻ തിരികെ വന്നു. മുന്നിലെ കാഴ്ച കണ്ട് തരിച്ചു നിന്നു. ഓരോന്നും പറഞ്ഞ് തനുവിനെ ഊട്ടുന്ന അപ്പച്ചിയും അവർ നൽകുന്ന അമൃത് പോലെ സ്വീകരിക്കുന്ന തനുശ്രീയും. ആ കാഴ്ച കണ്ട് അവൻ ആദ്യം നിന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവന് വല്ലാത്തൊരു ദേഷ്യം ഉടലെടുത്തു. തൻ്റെ അപ്പച്ചിയാണെന്ന സ്വാർത്ഥതയോടൊപ്പം തനുവിൻ്റെ പുഞ്ചിരി അവന് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാക്കി. അവൻ വല്ലാത്തൊരു ഭാവത്തിൽ തനുവിനെ നോക്കിയ ശേഷം എന്തോ ഓർത്ത് ചിരിച്ചുകൊണ്ട് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. ദത്തന്റെ മുറിയുടെ വാതിൽക്കൽ വന്നിരുന്ന തനു അകത്തേക്ക് കയറണോ വേണ്ടോ എന്നൊരു നിമിഷം ചിന്തിച്ചു. ശേഷം രണ്ടും കൽപ്പിച്ച് അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മുറിയിൽ ദത്തനെ കാണാഞ്ഞതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഹോ, ഭാഗ്യം, ഇവിടെയില്ല. അവൾ ആത്മകഥം പറഞ്ഞുകൊണ്ട് വേഗം പോയി കബോർഡിൽ നിന്നൊരു ഷീറ്റ് എടുത്ത് നിലത്തേക്ക് വിരിച്ചു കിടന്നു. എന്നാലും എവിടെ പോയിരിക്കും? എവിടെയെങ്കിലും പോട്ടെ, അത്രയും സമയം സമാധാനം കിട്ടുമല്ലോ. അവളൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് തലയിണയിൽ മുഖമമർത്തി കിടന്നു. അല്പസമയത്തിനകം അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മുഖത്തൂടെ ശക്തമായി വെള്ളം വന്ന് പതിച്ചതും തനും ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. മൂക്കിലൂടെയും വായിലൂടെയും വെള്ളം കയറിയതും അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചുമക്കാൻ തുടങ്ങി. ചുമയൊന്നടങ്ങിയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. തന്നെ കൊല്ലാനുള്ള പാകത്തിന് കണ്ണിൽ ദേഷ്യവും നിറച്ചു നിൽക്കുന്നവനെ ഭയത്തോട് നോക്കാൻ മാത്രമേ ആ നിമിഷം അവൾക്ക് സാധിച്ചുള്ളൂ. എന്താ ചോദിച്ചു തീരും മുമ്പേ അവന്റെ വലതു കൈ അവളുടെ ഇടത് കവിളിൽ ആഞ്ഞു പതിച്ചു. അവളൊരു നിലവിളിയോടെ നിലത്തേക്ക് മറിഞ്ഞു വീണു. വീണ് കിടക്കുന്നവളുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് അവൻ വലിച്ചെഴുന്നേൽപ്പിച്ചു. എന്ത് കൂടോത്രം ചെയ്തിട്ടാടി നീ എന്താ അപ്പച്ചിയും മയക്കെടുത്ത്? കടപ്പലി ഞരിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. തലമുടി പറഞ്ഞു പോകുന്ന വേദനയിൽ അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതറി. എന്നെ വിട് പ്ലീസ്, എനിക്ക് വേദനിക്കണോ? അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞെങ്കിലും അവന്റെ മുഖത്ത് യാതൊരു ദയ അവൾ കണ്ടില്ല.
ശക്തിയിൽ അവൻ അവളുടെ മുടിയിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. വേദന സഹിക്കാതെ വന്നും അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് അവന്റെ കയ്യിൽ വിരലുകൾ അമർത്തിക്കൊണ്ട് നഖങ്ങളായെത്തി. ആ കയ്യിൽ നീറ്റൽ അനുഭവപ്പെട്ടതും അവൻ പെട്ടെന്ന് അവളുടെ മുടിയിലെ പിടിയയച്ചു. ആ നേരം കൊണ്ട് അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് കട്ടിലിന്റെ മറുസൈഡിൽ പോയി നിന്നു. ദത്തൻ കൈയൊന്ന് കുടഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കി. തനുവിന്റെ 4 വിരലുകളിലെയും നഖങ്ങൾ അവന്റെ കയ്യിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്നും ചോര ഓടിയുന്നുണ്ടായിരുന്നു. അവന്റെ മുഖം വലിഞ്ഞു മുറുകി, ഞരമ്പുകൾ പിടച്ചു, കണ്ണിൽ ദേഷ്യം മാളിക്കത്തി. പന്ന പൊലയാടി! വായിൽ തോന്നി ചീത്ത വിളിച്ചുകൊണ്ട് അവൻ അവിടെ അരികിലേക്ക് പാഞ്ഞെന്ന് അവിടെ ഇരുകരണത്തും മാറി മാറി അടിച്ചു. എന്നിട്ടും ദേഷ്യം തീരാതെ അവൻ അവളെ കട്ടിലേക്ക് പിടിച്ചു തള്ളിക്കൊണ്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നു. അവന്റെ മുഴുവൻ ഭാരവും താങ്ങാനാവാതെ അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് അവനെ ഒന്ന് ചലിപ്പിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അവന്റെ കൈക്കരുത്തിന് മുമ്പിൽ അവൾ തളർന്നുപോയി. ഇനിയും ഇങ്ങനെ തുടർന്നാൽ താൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി. അവൾ അവന്റെ പുറത്ത് കൈവച്ച് ആഞ്ഞടിച്ചു. എന്നിട്ടും അവൻ അകന്നു മാറില്ലെന്ന് കണ്ടതും അവൾ അവന്റെ തോളിൽ അമർത്തി കടിച്ചു. അതിലവനൊന്ന് അയഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. പക്ഷെ വാതിൽ കടക്കും മുന്നേ അവൻ പിന്നാലെ വന്ന് അവളെ കടന്നു പിടിച്ചു. എങ്ങോട്ടാടി നീ ഓടുന്നത്? എന്റെ ദേഹം നോവിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാന്ന് എഴുതിയോ നീ? അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുരണ്ടു. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്ത്? നിങ്ങൾ പറഞ്ഞെല്ലാം അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോടോ നിങ്ങളുടെ കുടുംബത്തിനോടോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇനി അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതെന്താണ് നിങ്ങളൊന്നും പറഞ്ഞുകൂടെ? തൂക്കിക്കൊല്ലാൻ പോകുന്നവരോട് പോലും അതിന്റെ കാരണം പറയാറുണ്ട്. ദേഷ്യവും വേദനയും കാരണം അവൾ എന്താണ് വിളിച്ചു പറയുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. അവൾ പറഞ്ഞു കഴിഞ്ഞതും മുഖം പൊത്തി കരഞ്ഞോട് നിലത്തേക്കിരുന്നു. അവളുടെ ഓരോ വാക്കുകൾ കേട്ടതും ദത്തിന് സമനിലെറ്റുന്ന പോലെ തോന്നി. അവൻ അവളുടെ ഇരുതോളിലും പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് കട്ടിലേക്ക് കൊണ്ട് തള്ളിയിട്ടു. നീ എന്നോട് എന്റെ കുടുംബത്തിനോട് എന്ത് തെറ്റാണ് ചെയ്തെന്നല്ലേ നിനക്കറിയേണ്ടത്? എന്നാ കേട്ടോ, രേവതി എന്ന സ്ത്രീയുടെ വളർത്തുമകളായി ജീവിച്ചു തന്നെയാ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവര് ഞങ്ങളോട് ചെയ്ത ദ്രോഹത്തിന്റെ ശിക്ഷയാ നിന്നിലൂടെ ഞാൻ അവർക്ക് നൽകാൻ പോകുന്നത്. അവര് നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം നീ വേദന അനുഭവിക്കും തന്നെ ശ്രീ. ഇത് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയാ. നിന്റെ കണ്ണുനീര് കണ്ട് നെഞ്ച് പൊട്ടി മരിക്കണവർ. അതിനുവേണ്ടി നിന്നെ എത്രത്തോളം വേദനിപ്പിക്കാമോ അത്രയും വേദനിപ്പിക്കും ഞാൻ. ഈ വീട് ഓരോ ദിനവും നിനക്കൊരു നരകമായി മാറിക്കൊണ്ടിരിക്കും. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളൊരു അത്ഭുതത്തോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ചിറ്റയോ? അതിന് മാത്രം ചിറ്റ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. എന്റെ ചിറ്റ ഒരു പാവ. ചിറ്റയ്ക്ക് ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല. അവളവനെ നോക്കി കണ്ണീരോടെ പറഞ്ഞു. നിർത്തി, അവളുടെ ഒരു ചിറ്റ. അവരാണൊരു പാവം. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിക്കാത്ത അവരെ പോലെ ഒരു രാക്ഷസി ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. അറിയൂടെ നിനക്ക്? വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അവൻ അവളുടെ നേരെ അലറിയതും അവൾ ഭയത്തോടെ പിന്നിലേക്ക് മാറി. അപ്പോഴവൾക്ക് തന്റെ ചിറ്റ അവരോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ തന്റെ സംശയം അവനോടൊന്ന് ചോദിക്കാൻ പോലും അവൾ ആ നിമിഷം ഭയപ്പെട്ടു. അവളൊന്നും മിണ്ടാതെ ഒരു മൂലയിലായി ഒതുങ്ങി നിന്നും അവരൊരു മിന്നൽ പോലെ അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്ന് അവളെ എടുത്ത് കട്ടിലേക്ക് ഇട്ടു. കട്ടിലിൽ കിടന്ന് പിന്നിലേക്ക് നിരങ്ങി നീങ്ങിക്കൊണ്ട് അവൾ അവനെ ദയനീയമായി നോക്കിയതും അവളുടെ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവനവളെ നോക്കി പുച്ഛി ചിരിച്ചു. ശേഷം അവളിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് പതിയെ അവളുടെ അരികിലേക്ക് അടിവെച്ച് നടന്നു. നടക്കുന്നതോടൊപ്പം അവനവന്റെ ഷർട്ടിന്റെ ഓരോ ബട്ടനായി അഴിച്ചുകൊണ്ടിരുന്നു. പ്ലീസ് വേണ്ട, ഇനി എന്നെ ഉപദ്രവിക്കല്ലേ, അവൾ തൊഴുകയോടെ പറഞ്ഞെങ്കിലും അവന്റെ കണ്ണിൽ അവളുടെ നിസ്സഹായതയോ ദയനീയാവസ്ഥയോ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. അവൻ തന്റെ ഷർട്ട് പൂർണ്ണമായിട്ട് അഴിച്ച് നിലത്തേക്ക് ഇട്ടു. ശേഷം കൈ നീട്ടി അവൾ ഉടുത്തിരുന്ന ദാവണിയുടെ തുമ്പിൽ പിടിച്ചു വലിച്ചതും അതഴിഞ്ഞ് നിലത്തേക്ക് വീണു. അവന്റെ മുമ്പിൽ താൻ അർത്ഥനഗ്നായി നിൽക്കുകയാണെന്ന തിരിച്ചറിവിൽ അവൾ ഇരുകൈകളും മാറിന് കുറുകെ വെച്ചു. തലേ ദിവസം അവൻ നൽകിയ വേദനയുടെ ഓർമ്മയിൽ അവളൊന്ന് വിറച്ചുപോയി. ഇനി ഒരിക്കൽ കൂടി ആ വേദനകൾ താങ്ങാൻ തന്റെ ശരീരത്തിനോ മനസ്സിനോ കരുത്തില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ നിസ്സഹായതയോടെ അതിനേക്കാൾ ദയനീയതയോടെ അവനെ നോക്കി. വേണ്ട പ്ലീസ്, കണ്ണീരോട് അവൾ അപേക്ഷിച്ചുവെങ്കിലും അതിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവനവളുടെ ദേഹത്തേക്ക് അമർന്നു. ശേഷം തന്നെ തടയാൻ ശ്രമിക്കുന്ന അവളുടെ ഇരുകൈകളും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവനവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചു. തലേ ദിവസത്തെ തനി ആവർത്തനം പോലെ അന്ന് അവളുടെ ദേഹത്ത് നോവിച്ചുകൊണ്ട് അവനവളെ വീണ്ടും സ്വന്തമാക്കി. ദേഹം നുറുങ്ങുന്ന വേദനയിലും തന്റെ വിധിയോർത്ത് കണ്ണീർ പൊഴിക്കാൻ മാത്രമേ ആ നിമിഷം ആ പെണ്ണിന് കഴിയുമായിരുന്നുള്ളൂ. വെളുപ്പിനാരുടെയോ മുക്കിലും മൂളിലും കേട്ടുകൊണ്ടാണ് ദത്തൻ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനൊന്ന് നെറ്റി വിളിച്ചുകൊണ്ട് ടേബിൾ ലാമ്പ് ഓൺ ചെയ്തു. മുറിയിലാകെ ചെറുവട്ടം തെളിഞ്ഞതും അവനൊന്ന് മൂരി നിവർന്നുകൊണ്ട് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. ശേഷം അരക്ക് താഴെ വരെ ഇട്ടിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് കുറച്ചുകൂടി മുകളിലേക്ക് വലിച്ചിട്ടു. പെട്ടെന്ന് വീണ്ടും ആരുടെയോ മൂളിൽ കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി.
തന്റെ എതിർവശത്തായി തിരിഞ്ഞടക്കം തനുവിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലായതും അവൻ സംശയത്തോടെ അവളെ നോക്കി. മുക്കിയും മൂളിയും ഞെളിപിരി കൊള്ളുന്നതുകൊണ്ട് തന്നെ അവളുടെ മാറുവരെ മറച്ചിരുന്ന ബ്ലാങ്കറ്റ് അവളിൽ നിന്ന് തെന്നി മാറി അവിടെ മുഴുവൻ അനാവൃതമായിരുന്നു. അവന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ ദേഹത്തുനിന്ന് മാറിക്കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവളെ കഴുത്തുവരെ പതിപ്പിച്ചു. ശേഷം അവൻ വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ചാടി എഴുന്നേറ്റ് അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി. പെട്ടെന്ന് തന്നെ അവൻ കൈപ്പിന് വലിച്ചു. പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു അവൾക്ക്. അവൻ വേഗം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തിടുന്ന മുണ്ടെടുത്ത് കൊടുത്തു. ശേഷം അവളുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവളുടെ കഴുത്തട്ടി വിളിച്ചു. തനുശ്രീ, തനുശ്രീ, ശ്രീ. അവൻ വെപ്രാളത്തോടെ അവളെ തട്ടി വിളിച്ചെങ്കിലും അവൾ കണ്ണുകൾ തുറന്നില്ല. അവളിൽ നിന്നും ചെറുഞരക്കം മാത്രം പുറത്തേക്ക് കേട്ടുകൊണ്ടിരുന്നു. അതോടൊപ്പം അവൾ നന്നായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് പോയി. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് AC-യുടെ റിമോട്ട് എടുത്ത് ടെമ്പറേച്ചർ ലോ ചെയ്തു. ശേഷം ഡ്രോയറിൽ നിന്ന് ഒരു പാരസിറ്റമോളിന്റെ ടാബ്ലറ്റ് എടുത്ത് അവളുടെ അരികിലേക്ക് ചെന്നു. ശ്രീ, ശ്രീ, കണ്ണൂർക്ക് ശ്രീ. ആരോളെ പതിയെ എഴുന്നേൽപ്പിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. അപ്പോഴും അവളൊന്നും മിണ്ടാതെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് അവിടെ വായൊരൽപ്പം തുറന്ന് അതിലേക്ക് ടാബ്ലറ്റ് ഇട്ട് കൊടുത്തു. ശേഷം ടേബിളിൽ നിന്ന് ജഗ്ഗിൽ നിന്നൊരൽപ്പം വെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തി അവളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചെറുഭാവത്തോടെ മുക്കിയും മൂളിയും പുറത്തേക്ക് കളഞ്ഞൊക്കെയായിട്ട് അവൾ ആ ടാബ്ലറ്റും വെള്ളം കുടിച്ചിറക്കി. ശ്രീ. അവൻ ഒരിക്കൽ കൂടി അവളെ തട്ടി വിളിച്ചുവെങ്കിലും അപ്പോഴേക്ക് അവൾ ഘാട്ടമായ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.